മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സാഗർ കൊടുത്ത് സാരി എല്ലാം ഉടുത്ത് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. ഇത് കാണുന്ന സീമന്തിനി ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി കൊച്ചമ്മ എവിടേക്കാണ് പോകുന്നതെന്ന് കലിയോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മേഘനാഥൻ ചോദിക്കുന്നുണ്ട് മഞ്ജുവിനോട്, ഇന്ന് നിന്റെ കല്യാണം വല്ലതും ആണോ? സാരിയെല്ലാം ഉടുത്ത് അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഒരു മുല്ലപ്പൂവിൻ്റെ കുറവുണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അത് സാരിയില്ല, ഞാൻ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ നിന്ന് ഞാൻ കുറച്ച് മുല്ലപ്പൂക്കെ വാങ്ങിച്ച് ഞാൻ തലയിൽ അങ്ങ് ചൂടിക്കോളാം എന്ന് പറഞ്ഞ് മേഘനാഥനോട് ഒരു ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് മഞ്ജു. മഞ്ജുവിൻ്റെ തറുതല പിടിച്ച വർത്താനം കേട്ടിട്ട് സീമന്തിനിക്ക് ആകെ ദേഷ്യം വന്ന് കലി തുള്ളുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി അമ്മായിയമ്മയും മരുമോളും തമ്മിലൊരു തർക്കം വേണ്ട, അവൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ എന്നെല്ലാം മേഘം പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ മേഘൻ്റെ സമ്മതത്തോടുകൂടി തന്നെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജു പോയതിന് ശേഷം സീമന്തിനി ആണെങ്കിൽ മേഘനാഥനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്നെപ്പോലെയുള്ളൊരു മണ്ടനാണ് അവൾ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം വിശ്വസിക്കുകയുള്ളൂ, അവൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വല്ല നിനക്ക് ഉറപ്പുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അമ്മ എന്ത് വർത്തമാനമാണ് പറയുന്നത്, അവൾ അണിഞ്ഞൊരിഞ്ഞ് പോകുന്നത് കണ്ടാൽ അറിഞ്ഞൂടെ അത് അമ്പലത്തിലേക്ക് തന്നെ പോയിരിക്കുന്നതെന്ന്. അപ്പോൾ സീമന്തിന് പറയുന്നുണ്ട്, അവൾ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയതെങ്കിൽ നീ അവളുടെ പിന്നാലെ ഒന്ന് പോയി നോക്ക്, അമ്പലത്തിൽ അവൾ ആരെങ്കിലും കാണാനാണോ പോകുന്നതും അവിടെ വെച്ച് എന്തെങ്കിലും സംഭവങ്ങൾ കാണാൻ കഴിയുമെന്നും എല്ലാം സീമന്തിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞാൻ അവളെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് നിന്നോട് യാതൊരു വക സ്നേഹവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അങ്ങനെയല്ല എന്നൊന്നും നീ എന്നോട് തർക്കിച്ചൊന്നും പറയുന്നുണ്ട്, ഞാനൊരു അമ്മ തന്നെയാണ്, എനിക്കിതെല്ലാം കണ്ടാൽ മനസ്സിലാവാൻ കഴിയുമെന്നും പറയുന്നുണ്ട് കേട്ടോ സീമന്തിനി. അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കയറി പറ്റിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഇപ്പോൾ സംശയമെന്ന് സീമന്തിനി പറയുമ്പോൾ, അമ്മ എന്നോട് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, ഇതൊന്നും അവളോട് പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇനി അതും മതി ഞങ്ങൾ തമ്മിൽ അടുത്ത പ്രശ്നം ഉണ്ടാവാമെന്നെല്ലാം മേഘനാഥൻ പറയാൻ കേട്ടോ. അങ്ങനെ സീമന്തിനി അവിടുന്ന് പോയ ശേഷം മേഘൻ അമ്മ പറഞ്ഞ കാര്യത്തിന് ചെറിയ സത്യമുണ്ടോ എന്നൊരു സംശയം മേഘൻ്റെ മനസ്സിലും തോന്നി തുടങ്ങുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് അവൾ എന്നെ വ്രതത്തിൻ്റെ പേരും പറഞ്ഞ് അവൾ എന്നെ അടുപ്പിക്കാറില്ല എന്നെല്ലാം മേഘൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ മേഘൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ അവളുടെ പിന്നാലെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് മേഘനാഥൻ പോകുന്നതൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ അമ്പലത്തിലെത്തുന്ന മഞ്ജുവിനെ കണ്ട് സാഗറിന് വളരെ സന്തോഷമാകുന്നു. സാഗർ കൊടുത്ത സാരിയെല്ലാം ഉടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് മഞ്ജു അവിടെ എത്തുന്നത്. അപ്പോൾ സാഗറിന് മനസ്സിലാവുന്നുണ്ട് മഞ്ജുവിന് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് സാഗറും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്, തനിക്ക് ഒന്നിൻ്റെ ഒരു കുറവും ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ തന്നെ പൊന്നുപോലെ സ്നേഹിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യും, തൻ്റെ സ്വത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലോ ഞാൻ തന്നെ വേണ്ടാന്നൊന്നും വെക്കില്ല, എനിക്കതൊന്നും ആവശ്യമില്ല, എനിക്ക് മഞ്ജുവിൻ്റെ സ്നേഹം മാത്രം മതി, നല്ലൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിക്കുന്നതെന്നെല്ലാം മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട്, ഇന്ന് മഹാലക്ഷ്മിയുടെ അവസാന ദിവസമാണെന്നും അതിനുള്ള കെണിയെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നെല്ലാം അവിടെ നടന്ന കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മേഘനാഥനോട് പറയുന്നു. പക്ഷേ മേഘനാഥൻ പറയുന്നുണ്ട്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഇതിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ, പക്ഷേ അതിനുശേഷം എനിക്കിതിലൊക്കെ വിശ്വാസം വരുള്ളൂ എന്നെല്ലാം പറഞ്ഞ് മേഘനാഥൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുന്ന സാഗർ ആണെങ്കിൽ മഹാലക്ഷ്മിയെ മറ്റൊരു സ്ത്രീയുമായി സംസാരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ആകെ ഞെട്ടി പോവുകയാണ്. ഇനി ഇതെല്ലാം കണ്ണനോട് പോയി പറഞ്ഞ് എൻ്റെ മഞ്ജുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. അതേസമയം മഞ്ജു ആണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മേഘനാഥൻ്റെ കാറ് കാണാനിടയാകുന്നു. അങ്ങനെ ആകെ അമ്പലപ്പോടെ നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് ത്രില്ലിംഗോ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം.